ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കാലല്ലേ പൊള്ളുക, എൻ്റെ കാലിനല്ലേ മുറിവ് വരിക, അല്ലാതെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നമുക്ക് പല കാര്യത്തിൻ്റെ മുകളിലും കള്ളത്തരങ്ങൾ കാണിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കള്ളങ്ങൾ കാണിക്കാൻ പാടില്ല. അത് കേട്ട സമയത്ത് പൂജാരിയും പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ പറ്റിക്കാം, പക്ഷേ ദൈവത്തിനെ പറ്റിക്കാൻ സാധിക്കില്ല. ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണം ഇവളല്ല, ഇവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന പിശാശാണ്. അദ്ദേഹം അത് പറഞ്ഞു കേട്ടതും മനോഹരനും മുത്തശ്ശി ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം മേഘയോട് അവർ ഇതുവരെ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കേട്ടതും മേഘയും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിശാശോ, തൻ്റെ ദേഹത്ത് പിശാശുണ്ടെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട്. ആ പിശാശിനെ ഞാനിപ്പോൾ ഇവളുടെ ദേഹത്ത് നിന്ന് ഇറക്കി വിടുന്നത് നിങ്ങൾ കണ്ടോ എന്നും പറഞ്ഞിട്ട് അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ ചേച്ചിയോട് പറയുന്നുണ്ട്, എന്താണാവോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മേഘ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി പൂജാരി പിശാശ് പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് പോയത്? ഒന്നും അറിയാത്തതുപോലെ മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, അല്ല മേഘ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിൻ്റെ കയ്യിൽ ആ ഒരു തീക്കനലിൻ്റെ ചട്ടി ഉണ്ടായിട്ടും നീ എന്താ ഒരു ഭാവഭേദവും ഇല്ലാതെ പോയത്? അപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, അതിനൊരു ക്രീം ഉണ്ടായിരുന്നു. എന്ത് ക്രീമോ? അത് ഞാൻ കയ്യിൽ പുരട്ടിയതാണ്. അത് കേട്ടതും മുത്തശ്ശി ആകെ ഞെട്ടിയിട്ട് പറയാണ്, അയ്യോ 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 മേഘ, എന്തൊക്കെ തെറ്റുകളാ മേഘ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും പൂജാരിയാണെങ്കിൽ കയ്യിലൊരു ചാട്ടവാറൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോഴേക്കും പൂജാരിയാണെങ്കിൽ ദേഷ്യത്തോടെയാണ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത്. മേഘയുടെ ആ ഒരു അഹങ്കാരം നിറഞ്ഞ സംസാരം കേട്ട് നിൽക്കുകയാണ് അയാൾക്കാണെങ്കിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വന്ന സമയത്ത് മനോഹരൻ ചേച്ചിയോട് പറയാണ്, ചേച്ചി പൂജാരി വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് മാറി നിൽക്ക്. അദ്ദേഹം കയ്യിലാണെങ്കിൽ ചാട്ടവാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അയാൾ മേഘയ്ക്ക് മുന്നിൽ വന്ന് നിന്നതിന് ശേഷം ചാട്ടവാറ് ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ നിലമാക്കിയിട്ട്. അപ്പം മേഘയാണെങ്കിൽ ഇതെന്താ ഇയാൾ ചെയ്യുന്നത് എന്നൊരു ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയെ മനോഹരനെ നോക്കിയിട്ട് എന്തായി കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും ഇങ്ങനെ പേടിയോടെ നിൽക്കുകയാണ്. മനോഹരൻ പറഞ്ഞിട്ട്, ചേച്ചി പൂജാരിയാണെങ്കിൽ ചാട്ടവാറ് എടുത്തിട്ടാണുള്ളത്. അപ്പോൾ പൂജാരി മേഘയെ നോക്കിക്കൊണ്ട് പറയാണ്, പിശാശേ, ഈ പെണ്ണിൻ്റെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോ, നിന്നോട് ഇറങ്ങിപ്പോവാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വാട്ട് നോൺസെൻസ്, എൻ്റെ ശരീരത്തിൽ പിശാശുണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? നോൺസെൻസ്, പോവാൻ നോക്ക്, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മേഘ അവളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സ്വാമിക്ക് ഗെറ്റ് ഔട്ടോ? പിശാശേ, ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ അലറിക്കൊണ്ടിരിക്കുകയാണ്. മേഘയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. പറഞ്ഞു തീർന്നതും അയാൾ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് വെച്ച് മേഘയെ പൊതിരെ തല്ലുവാണ്. മേഘ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതായത് കാരണം അവൾക്ക് വേദന സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. തല്ലല്ലേ, വേദനിക്കുന്നു വേദനിക്കുന്നു മേഘ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനോഹർ ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്, നല്ലോണം കൊടുക്ക്, അയ്യോ വേദനിക്കുന്നു വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മേഘ ചാടി എഴുന്നേറ്റിട്ട് അയാളുടെ രക്ഷപ്പെടാൻ നോക്കുവാണ്. എൻ്റെ ശരീരത്തിൽ പ്രേതമൊന്നും ഇല്ല, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? പ്രേതം ഇല്ലെന്ന് പ്രേതം തന്നെയാണോ പറയുന്നത് എന്നും പറഞ്ഞിട്ടാണ് അയാൾ പിന്നീടും അടിക്കുന്നത്. അപ്പം മനോഹരനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, തല്ല് തല്ല്, നല്ല തല്ല് കൊടുക്ക്, ശരീരത്തിലുള്ള ബാധ ഒഴിഞ്ഞു പോട്ടെ, പിശാശേ ഈ ശരീരത്തിൽ നിന്ന് പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ മേഘയെ പൊതിരെ തല്ലുന്നത്. മേഘ രക്ഷപ്പെടാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. മേഘ ഓടുന്തോറും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് വേദനിക്കുന്നു വേദനിക്കുന്നു എന്ന്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മേഘയെ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് താ മോളെ, നിന്റെ ശരീരത്തിൽ പ്രേതബാധയുണ്ടെന്ന് പൂജാരി തന്നെ പറയുന്നു. മേഘ എത്ര തന്നെ ഓടിയിട്ടും അയാൾ പിന്നാലെ പോയി മേഘയെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. വേദന സഹിക്കാനാവാതെയാണ് മേഘ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, നിന്റെ ശരീരത്തിലുള്ള പ്രേതബാധ പോവാതെ അദ്ദേഹം അടി നിർത്തില്ല മോളെ. മനോഹരനും പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുകയാണ്, പ്രേതം ഇറങ്ങി പോകുന്നത് വരെ അടിച്ചുകൊണ്ടേ ഇരുന്നോളൂ. തല്ലുകൊണ്ട് മേഘ മനോഹരനെ പിന്നിലേക്ക് ഒളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മനോഹരനൊക്കെയാണ് തല്ലുകൊള്ളുന്നത്. മനോഹരൻ പറയുന്നു, എന്നെ അടിക്കാതെ മേഘയെ അടിക്കാൻ വേണ്ടിയിട്ട്. മേഘ ഓടി ഓടി രക്ഷപ്പെടാൻ നോക്കും തോറും പൂജാരി തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ശരീരത്തിൽ പ്രേതം ഇല്ല, വിശ്വസിക്ക്. മേഘ പറയുന്തോറും അയാൾ പറയുന്നുണ്ട്, പ്രേതം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. വേദനിക്കുന്നു വേദനിക്കുന്നു പറഞ്ഞിട്ട് മേഘ ഒരുപാട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തല്ലി അവസാനം മേഘ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരനാണ് പേടിച്ച് നിൽക്കുന്ന സമയത്ത് പൂജാരി മേഘയുടെ ദേഹത്തേക്ക് എന്തൊക്കെയോ ചന്ദനോ ഭസ്മോ ഒക്കെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ പോയിട്ട് അവരോട് പറയുന്നുണ്ട്, ഇവളുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതബാധ ഒഴിഞ്ഞുപോയി, ഇനി പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാവും എന്നും പറഞ്ഞിട്ട് അയാൾ പോകുമ്പോൾ ശരി പൂജാരി എന്നൊക്കെ ഇവരും പറയാണ്. എന്നിട്ട് മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ഇതെന്താ ചേച്ചി മേഘ ബോധം കെട്ട് വീണിരിക്കുകയാണല്ലോ.
നീ പോയി വെള്ളം എടുത്തിട്ട് വാ. ശരി ചേച്ചി, ഞാൻ ഇപ്പം തന്നെ പോവാം എന്നും പറഞ്ഞ് മനോഹരൻ വെള്ളം എടുക്കാൻ പോയി. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് നേരം വിളിച്ചു നോക്കുന്നുണ്ട് മേഘ എഴുന്നേക്കുന്നൊക്കെ. പക്ഷേ മേഘ എഴുന്നേൽക്കുന്നില്ല. മനോഹരൻ വെള്ളമായിട്ട് വന്നിട്ട് വെള്ളം ഒരുപാട് തവണ കൊടുത്തതിന് ശേഷമാണ് മേഘ ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. മേഘ ബോധം തെളിഞ്ഞു വന്നതും മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, മേഘയുടെ ദേഹത്ത് കൂടിയിരിക്കുന്ന പ്രേതബാധ ഒഴിഞ്ഞു പോയി ചേച്ചി. അത് കേട്ടതും മേഘയുടെ ദേഷ്യം കൂടെ ഒന്നിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിശാശോ? ആരാ പറഞ്ഞത് എൻ്റെ ദേഹത്ത് പ്രേതം പിശാശമൊക്കെ ഉണ്ടെന്ന്? നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് പ്രേതബാധ ഏറ്റിട്ടുള്ളത്. അവർ രണ്ടുപേരും മേഘയുടെ സംസാരം കേട്ട് നിൽക്കുകയാണ്. അനങ്ങാതെ നിന്നൊരാളെ പിടിച്ചുകൊണ്ട് വന്ന് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞിട്ട് ചാട്ടവാറിന് അടി വാങ്ങി തന്നു. മേഘ വേദന കൊണ്ട് പൊളയുവാണ്. മേഘ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് എഴുന്നേക്കുകയാണ് വേദനയോടെ. അപ്പോൾ മുത്തശ്ശി വേഗം തന്നെ പറയുന്നുണ്ട്, അയ്യോ ഈ ഐഡിയ ഞാൻ പറഞ്ഞതല്ല മോളെ, ഇതാ ഇവനാണ് പറഞ്ഞത് നിനക്ക് പ്രേതബാധയുണ്ടെന്ന്. മനോഹരനെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. മനോഹരനാണ് പെട്ട അവസ്ഥയിലായി. അയ്യോ മേഘ, സത്യമായിട്ട് ചേച്ചി പറയുന്നത് വിശ്വസിക്കാതെ, ഇതൊക്കെ നിന്റെ മുത്തശ്ശിയുടെ പ്ലാനാണ്. രണ്ടുപേരും പേടിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചേർത്തുകയാണ്. മുത്തശ്ശിയും പേടിയോടെയാണ് നിൽക്കുന്നത്. അപ്പം മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വീട്ടിലേക്ക് വാ രണ്ടുപേരും. ഇതിനേക്കാളും വലിയ ചാട്ടവാറ് വെച്ച് രണ്ടുപേർക്കും ഞാൻ തൊലി ഉരിയുന്ന രീതിയിൽ നല്ല അടി തരാം. മേഘ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കേട്ടത് തന്നെ മുത്തശ്ശിക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ മേഘ, നീ നന്നാവാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. മേഘ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടുന്ന് പോവാണ്. വേദന കൊണ്ട് പൊളഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി മേഘ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിൽ നിന്ന് ഇനിയും പ്രേതബാധ പോയിട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. നീ പറഞ്ഞത് ശരിയാടാ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതുവരെ മേഘയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ബാധ ഇപ്പോൾ പൂജാരിയുടെ അടി കൊണ്ടതിന് ശേഷം ഉണർന്ന് എഴുന്നേറ്റു എന്നാണ് തോന്നുന്നത്. അത് കേട്ടപ്പോൾ മനോഹരനൊന്ന് പേടിയായിട്ടുണ്ട്. ദൈവമേ, ഇനി എന്താ ചെയ്യുക? ഇനി അങ്ങോട്ട് ആ ബാധയുടെ രുദ്രതാണ്ഡവം നമ്മൾ രണ്ടുപേരും കാണേണ്ടി വരും. ദൈവമേ, എന്തൊക്കെയാണ് ഈ ചേച്ചി പറയുന്നത്? അതേടാ, മേഘയുടെ ശരീരത്തിൽ നിന്നും ഇനിയും ആ ബാധ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരെയും തല്ലിയിട്ട് നമ്മുടെ ദേഹത്ത് നിന്ന് തൊലി ഉരിക്കുന്നു പറഞ്ഞിട്ട് പോയത്. ചേച്ചി, അനങ്ങാതെ ഉറങ്ങിക്കിടന്ന ബാധയെ നമ്മളായിട്ട് ഉണർത്തിയതുപോലെ ആയല്ലോ ചേച്ചി. ആ പ്രേതം അവിടെ എവിടെയോ കിടന്ന് ഉറങ്ങിക്കോളുമായിരുന്നു. ഇനി എന്താ ചേച്ചി ചെയ്യുക? എനിക്കെന്താ അറിയാനാടാ, എനിക്കൊന്നും അറിയില്ല. മുത്തശ്ശി കരയുന്നത് പോലെയാണ് പറയുന്നത്. ദൈവമേ, ഇനി എന്താ ചെയ്യുക? അയ്യോ, ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ മേഘയുടെ ചാട്ടവാറിൻ്റെ അടി കൊള്ളണമല്ലോ എന്നൊക്കെ മനോഹരൻ പേടിയോടെ ചിന്തിക്കുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് സഞ്ചരിച്ച കാർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേഘ ഏർപ്പാടാക്കിയ ആൾക്കാർ അവിടെ ആ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ഡാ അവരാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ശരിയാണ്. സിദ്ധു വണ്ടിയിൽ നിന്ന് ആദ്യം ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലേക്ക് നോക്കിയിട്ട് നമിക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെയാണെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. പിന്നാലെ ലക്ഷ്മിയും മലരും ചന്ദ്രികയും ജാനകിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് പൂജാരി വന്നിട്ട് അവരോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും സുഖവിവരമൊക്കെ ചോദിച്ചതിന് ശേഷം മഹേന്ദ്രനും മുത്തശ്ശനൊക്കെ വരാത്തതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശന് സുഖമില്ലാത്തത് കാരണം മഹേന്ദ്രൻ അവിടെ കൂട്ടിയിരിക്കുകയാണെന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളുടെയും സിദ്ധാർത്ഥിൻ്റെയും നിശ്ചയം നല്ല രീതിയിൽ നടന്നു സ്വാമി. അതുകൊണ്ട് സ്വാമിക്ക് പൊങ്കൽ വെച്ചിട്ട് ആ ഒരു നേർച്ചക്കടം ഉണ്ടായിരുന്നു, അത് നിറവേറ്റാമെന്ന് കരുതിയിട്ടാണ് വന്നത്. കല്യാണവും നല്ല രീതിയിൽ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പൊങ്കൽ നടത്തിയിട്ട് പോയിക്കോളൂ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കല്യാണ നിശ്ചയം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ പൂമെതിക്കുന്ന ആ ഒരു നേർച്ച ചന്ദ്രിക നേർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു നേർച്ചയും ഇന്ന് രാത്രി ഇവിടെ വെച്ച് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കും. ശേഷം പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ പൂജാരി ഏൽപ്പിച്ചിട്ട് സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കും മലറിനും ആകാശിനും ആരതിക്കൊക്കെ വേണ്ടിയിട്ട് അർച്ചന ചെയ്യാൻ വേണ്ടി പറയാണ്. അദ്ദേഹം പൂജ ചെയ്തതിന് ശേഷം നിവേദ്യം കൊണ്ട് കൊടുക്കുവാണ്. എല്ലാവരും ചന്ദ്രനൊക്കെ തൊട്ട് നെറ്റിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, പൊങ്കൽ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പൂജകളൊക്കെ ചെയ്യാമെന്ന്. അങ്ങനെ പൊങ്കൽ വെക്കാൻ വേണ്ടി പോയ സമയത്ത് ആരതി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക നിനക്കൊരു കാര്യം അറിയാമോ? എന്തേ? ഇന്ന് മേഘ, മുത്തശ്ശി, മനോഹരമാമൻ, പ്രിയ എല്ലാവരും ഇവിടെ ക്ഷേത്രത്തിലുണ്ട്. അത് കേട്ട സമയത്ത് തന്നെ എല്ലാവരുടെയും മുഖം വാടുന്നുണ്ടായിരുന്നു. എന്നാൽ ചന്ദ്രികയാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ അവരൊക്കെ ഇവിടെ ഉണ്ടോ? എന്തോ പരിഹാരം ചെയ്യാനാണ് അവരും വന്നതെന്നാണ് തോന്നുന്നത്. നല്ല കാര്യമാണല്ലോ, അവരെയും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ പൂജയിൽ ഉൾപ്പെടുത്താമല്ലോ. ചന്ദ്രിക പറഞ്ഞത് കേട്ടതും ആരതി പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക? അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല.
മേഘയെ പറ്റി നമ്മൾ ഇത്രയധികം മനസ്സിലാക്കിയതിന് ശേഷവും നമ്മൾ അവളുടെ കൂടെ യാതൊരു തരത്തിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കാൻ പാടില്ല. അതാണ് നമുക്ക് നല്ലത്. നീ മനസ്സിലാക്കിക്കോ. എല്ലാവരും ആരതി പറഞ്ഞതിനോട് ശരിവെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രിക കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധുവും ആകാശും അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. സിദ്ധു പറയുന്നുണ്ട്, വെള്ളം ഇനിയും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം. ഇവർ ഈ പൊങ്കാല വെക്കുന്നിടത്ത് പക്ഷേ മലരുണ്ടായിരുന്നില്ല. മലർ കുറച്ച് ദൂരത്തോട്ടായിട്ട് മാറി തനിച്ചിരിക്കുകയാണ് വിഷമത്തോടു കൂടി. അപ്പോൾ സിദ്ധു ആകാശോട് സംസാരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് മലറിനെ കാണുന്നത്. മലർ വിഷമത്തോടു കൂടി അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥന് എന്തോ ഒരു പോലെ തോന്നുവാണ്. അപ്പോൾ ആകാശിനോട് പറയുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ കടയുണ്ട്, എന്തെങ്കിലും സഹായത്തിന് വേണ്ടെങ്കിൽ ചെയ്തു കൊടുക്ക്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് സിദ്ധു മലറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആകാശ് ആരതിയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം വേണോന്നൊക്കെ. അതേസമയം സിദ്ധാർത്ഥ് മലറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് മലരാകെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. മലർ, നീ എന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? പക്ഷെ മലർ അതിനൊന്നും മറുപടി പറയുന്നേ ഇല്ല. സിദ്ധുവിനോട് ദേഷ്യമുള്ളത് പോലെയാണ് ഇരിക്കുന്നത്, മുഖം വീർപ്പിച്ചുകൊണ്ട്. അപ്പോൾ സിദ്ധു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, കുറച്ചു കാലമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ എന്തോ എന്നോട് പഴയതുപോലെ സംസാരിക്കുന്നൊന്നുമില്ല, പഴയതുപോലെ എൻ്റെ കൂടെ ചേർന്ന് കളിക്കുന്നില്ല, എൻ്റെ കൂടെ എന്തെങ്കിലും ദേഷ്യമുണ്ടോ നിനക്ക്? അപ്പോഴും മലർ മുഖം വീർപ്പിച്ച് അനങ്ങാതെ ഇരിക്കുകയാണ്. ഏയ്, ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? മലറിൻ്റെ കവിളിൽ തലോടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം മലർ ആ കൈയൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിദ്ധുവിനും ആകെ സങ്കടമാവാണ്. അവൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏയ് മലർ, പറ മോളെ, ഞാൻ എന്തെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തു പോയോ? നീ എന്താ എന്നോട് മിണ്ടാതിരിക്കുന്നത്? ഇനി ഒരുപക്ഷെ ഞാൻ അറിയാതെ എന്തെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാനത് തിരുത്തിക്കോളാം, പറ. പക്ഷെ അപ്പോഴും മലർ ഒന്നും പറയാതെ തലയും താഴ്ത്തി ദേഷ്യത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, എന്തെങ്കിലും മറുപടി പറ മോളെ. അവസാനം മലർ സങ്കടത്തോടെ സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കാതെ പറയാണ്, ഇപ്പോഴൊന്നും എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കാറേ ഇല്ല, എന്നോട് സംസാരിക്കാറേ ഇല്ല, എപ്പോഴും സിദ്ധുവിൻ്റെ കൂടെ മാത്രമേ വരുന്നുള്ളൂ. എനിക്കെൻ്റെ അമ്മയെ തിരിച്ചു വേണം. എന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കി സങ്കടത്തോടെ പറയാണ്, എൻ്റെ അമ്മയെ എന്നിൽ നിന്നും പിരിച്ചിടല്ലേ സിദ്ധു. മലര് വിഷമത്തോടു കൂടി അത് സിദ്ധാർത്ഥിനെ അറിയിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. അവൻ ചിന്തിക്കുന്നുണ്ട്, മലർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? അപ്പോഴേക്കും പൊങ്കലിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രികയും ലക്ഷ്മിയൊക്കെ ചേർന്നിട്ട്. അങ്ങനെ അടുപ്പ് കത്തിച്ചതിന് ശേഷം മൺകുടം അടുപ്പത്തേക്ക് വെച്ചിട്ട് ചന്ദ്രിക അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വെള്ളം തിളച്ചപ്പോൾ ലക്ഷ്മി രണ്ടുപേരോടായിട്ട്, സിദ്ധാർത്ഥിനോട് ചന്ദ്രികയോടായിട്ട് അതിനകത്തേക്ക് അരി ഇടാൻ വേണ്ടി പറയുകയാണ്. അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അരി ഇടുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അരി നിറഞ്ഞ് പുറത്തേക്ക് തൂവുകയാണ്. പൊങ്കൽ തിളച്ച് തൂവുന്നുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷം കൊണ്ട് അവരെല്ലാവരും കുരവിടുകയാണ്. അതിനുശേഷം അതിനകത്ത് ശർക്കരയൊക്കെ ഇട്ടിട്ട് പൂജാരിയുടെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ കാൽക്കീഴിൽ വെച്ചിട്ട് പ്രസാദമാക്കിയതിന് ശേഷം അദ്ദേഹം എല്ലാവർക്കും തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അടുത്തായിട്ട് ഇരുന്നിട്ട് അവരെല്ലാവരും വാഴയിലിട്ടിട്ട് അതൊക്കെ കഴിക്കുകയാണ്. ആരതിയും ആകാശവും ചേർന്നിട്ടാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രികയും മലരും സിദ്ധാർത്ഥമൊക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ചന്ദ്രികയ്ക്ക് എന്തോ വയറുവേദനിക്കുന്നത് പോലെ തോന്നുന്നത്. അവൾ ആകെ ടെൻഷനോട് ചിന്തിക്കുന്നുണ്ടായിരുന്നു, അയ്യോ പെട്ടെന്ന് എന്താ വയറുവേദനിക്കുന്നത്? ലക്ഷ്മി നോക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ മുഖത്ത് ആ ഒരു ഭാവഭേദം കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചന്ദ്രിക? എനിക്ക് ചെറുതായിട്ട് വയറുവേദനിക്കുന്ന പോലെ തോന്നുന്നു. ഒരുപാട് നേരം യാത്ര ചെയ്തത് കൊണ്ട് അതിൻ്റെ ചൂട് കാരണമാണെന്നാണ് വിചാരിക്കുന്നത്. വെള്ളം കുടിക്ക്, എങ്കിൽ ശരിയാവും. എല്ലാവരും ചന്ദ്രികയോട് പറഞ്ഞപ്പോൾ അവൾ അതനുസരിക്കുകയാണ്. അതേസമയം മേഘ ഏർപ്പാടാക്കി അവരെയും കാത്തിട്ടാണ് അവൾ നിൽക്കുന്നത്. അവർ രണ്ടുപേരും വന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ ആഴത്തിലുള്ള കുഴിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് പൂ മെതിക്കാനുള്ള കുഴിയുണ്ടാക്കുന്നത്. അതിൻ്റെ മേലിലായിട്ട് കനലിടും. ആ കനൽ അവർ ചവിട്ടുന്ന സമയത്ത് അവരുടെ ഭാരം താങ്ങാനാവാതെ ആ കുഴിയിനകത്തേക്ക് അവർ വീഴും. അങ്ങനെ വീണ ആ മുഴുവൻ കനലും അവരുടെ ദേഹത്തേക്കാണ് വീഴുക. ആ കനൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ദേഹം മുഴുവൻ ചുട്ടു പൊള്ളാൻ തുടങ്ങും. അത് കേട്ട സമയത്ത് മേഘയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ അവരോട് പറയുന്നുണ്ട്, ഇത് ഒരു ആക്സിഡൻറ്റ് പോലെ മറ്റുള്ളവർക്ക് തോന്നാവൂ. ആർക്കും നിങ്ങളാ ഇത് ചെയ്തതെന്നുള്ള ചെറിയൊരു സംശയം പോലും തോന്നാൻ പാടില്ല. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം മാഡം. ശരി, നിങ്ങൾ പോയിക്കോ. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക, ഇന്നത്തോടെ നിൻ്റെ ചാപ്റ്റർ അവസാനിച്ചു. നീ എൻ്റെ വീട് എൻ്റെ പക്കൽ നിന്നും വാങ്ങിച്ചതിന് ശേഷം എൻ്റെ മനസ്സ് എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ, എൻ്റെ കമ്പനി, എൻ്റെ സ്വത്ത്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ പക്കൽ നിന്നും നീ മാറ്റിക്കൊണ്ട് പോയപ്പോൾ എൻ്റെ മനസ്സ് എത്രത്തോളം കൊതിച്ചിട്ടുണ്ടെന്നോ, അതിനേക്കാളും ഒത്തിരി ഒത്തിരി അധികം ഇന്ന് നീ വേദനിക്കണമെന്ന്. അതെൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ഞാൻ സന്തോഷിക്കണം. മേഘയുടെ ഉള്ളിൽ നിന്നിങ്ങനെ കനൽ ജ്വലിക്കുകയാണ്.
അതേസമയം ക്ഷേത്രത്തിനകത്താണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും ജാനകിയും ചേർന്നിട്ട്. അപ്പോഴേക്കും പൂജാരി അവരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, രാത്രി ചന്ദ്രിക പൂമെതിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. രാത്രി 7 മണിയാകുമ്പോഴേക്കും നിങ്ങൾ തയ്യാറായി നിന്നോളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കാരണം ഉണ്ടെങ്കിൽ ചന്ദ്രികയുടെ ആഗ്രഹം പോലെ ആ ഒരു നേർച്ച നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കും. ശരി സ്വാമി. അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന സമയത്ത് ചന്ദ്രിക മെല്ലെ നടന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പേടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അമ്മ, എന്താ ചന്ദ്രിക? എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവരെ രണ്ടുപേരെ കൂടാതെ ജാനകി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഒരു വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. ജാനകിയെ മാറ്റി നിർത്തിയിട്ട് ലക്ഷ്മിയോട് മാത്രമായിട്ട് ചന്ദ്രികയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നൊരു ധാരണയിൽ. അപ്പോൾ ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എടത്തി, ചന്ദ്രികയ്ക്ക് നിങ്ങളോട് തനിച്ചെന്തോ സംസാരിക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പോയിട്ട് വാ. ലക്ഷ്മി ചന്ദ്രികയ്ക്കൊപ്പം പോവുകയാണ്. എന്താ ചന്ദ്രിക, എന്തു പറ്റി? അപ്പോൾ ചന്ദ്രിക ആകെ ഒരു പേടിയോടെ വൈമനസ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അമ്മ, എനിക്ക് പെട്ടെന്ന് ലക്ഷ്മി ഇങ്ങനെ എന്താ പറമോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടു കൂടിയാണ് പറയുന്നത്, എനിക്ക് പീരീഡ്സ് ആയെന്നാണ് തോന്നുന്നത് അമ്മ. പെട്ടെന്ന് സംഭവിച്ചതാണ്, ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്നെക്കൊണ്ട് ഈ ഒരു നേർച്ചക്കട നിറവേറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് റൂമിലേക്ക് പോകണം. അവൾ വിഷമത്തോടെ പറഞ്ഞതും ലക്ഷ്മി ആകെ തകർന്നിട്ടുണ്ടായിരുന്നു. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. എന്താണെന്ന് അറിയില്ലമ്മ. സാധാരണയായിട്ട് ഈ തീയതിയിലല്ല ആവാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ട് ഈ ഒരു നേർച്ചക്കട നിറവേറ്റാമെന്ന് തീരുമാനിച്ചത്. എനിക്ക് വല്ലാതെ വയറുവേദനിക്കുന്നുണ്ടമ്മ. എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് പീരീഡ്സ് ആവുമെന്ന്. ശരി ചന്ദ്രിക, നീ ഇനി ക്ഷേത്രത്തിലേക്ക് വരണ്ട. ഞാൻ പൂജാരിയോട് സംസാരിച്ചിട്ട് എന്താ ഇതിനൊരു പരിഹാരം എന്ന് ചോദിക്കാം. ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോവാണ്. ലക്ഷ്മി ആകെ വിഷമത്തോടു കൂടിയാണ് ജാനകിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, ചന്ദ്രിക എന്താ പറഞ്ഞത്? ചന്ദ്രികയ്ക്ക് വല്ലാതെ വയറുവേദനിക്കുന്നെന്ന്. അവൾക്ക് പീരീഡ്സ് ആണോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് അവളോട് ഞാൻ റൂമിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ ഒരു നേർച്ച നിറവേറ്റാൻ സാധിക്കില്ലേ? ജാനകി ചോദിക്കുകയാണ്. അറിയില്ല, പൂജാരിയോട് ചോദിക്കണം. അപ്പോഴേക്കും പൂജാരി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഒക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, അത് കുഴപ്പമാക്കണ്ട. ചന്ദ്രയ്ക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സിദ്ധാർത്ഥ ചെയ്താലും മതി. അത് കേട്ട സമയത്താണ് ജാനകിക്കും ലക്ഷ്മിക്കും സമാധാനമായത്. അങ്ങനെ ഒരു പരിഹാരം ഉണ്ടല്ലോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.